പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മളിന്ന് ഈ വീഡിയോയിൽ തിയറി മാത്രമേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അത് താല്പര്യമില്ലാത്തവർ ദയവായിട്ട് ഇതിനകത്തുനിന്ന് മാറുക തന്നെ ചെയ്യുക, വെറുതെ സമയം കളയണ്ടല്ലോ. അതായത് കളരിപ്പയറ്റിൻ്റെ ഭാവിയും ബോബി ചെമ്മണ്ണൂർ അല്ലെങ്കിൽ ബോച്ചയുമായി എന്താണ് ബന്ധമുള്ളത്, അതിനൊരു സാധ്യത എന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കലാണ് ചെയ്യുന്നത്. ഫുള്ള് കേട്ടിട്ട് മാത്രം അഭിപ്രായം പറയുന്നതായിരിക്കും ബെറ്റർ. ഇടയ്ക്ക് ഒന്ന് ഓടിച്ച് വിട്ടിട്ടോ ഇനി അതല്ലെങ്കിൽ ഇതിൻ്റെ സാരം മനസ്സിലാക്കാതെയോ പറയരുത്. അവസാനം വരെ ഒന്ന് കേൾക്കുക, അതിന് ശേഷം നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ആവാം. ഓക്കെ, ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ കളരിപ്പയറ്റിനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് പലതരത്തിലുള്ള ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ കളരിപ്പയറ്റ് അസോസിയേഷനുകളുണ്ട്, സെപ്പറേറ്റഡ് ആയിട്ട് നടത്തുന്ന കളരിപ്പയറ്റ് കേന്ദ്രങ്ങളുണ്ട്, നല്ല ഗുരുക്കന്മാരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും കളരി നമ്മളിവിടെ വികസിക്കാത്തത് എന്തുകൊണ്ടാണ്? വികസിക്കുന്നില്ല എന്നല്ല ഞാൻ പറയണം, നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് അത് വരാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു അസോസിയേഷൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഇവിടെ പ്രസിഡന്റ് സെക്രട്ടറി ആകാനുള്ള കളികളും പണം അടിച്ചു മാറ്റൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് പൊതുവിൽ വരിക. ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത് കണക്കായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്കൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതിനു വേണ്ടി ഒരുപാട് ഫണ്ടുകളുണ്ട്, പക്ഷെ അതൊന്നും വേണ്ട കാര്യങ്ങളിൽ ചെല്ലുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഈ മത്സരങ്ങൾക്കകത്തും ഒരുപാട് കള്ളത്തരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഭാവി, എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഭാവി എന്നുള്ള ചർച്ചയിലാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കൊരു സാധ്യത എന്ന് പറയുന്നത്, കളരിപ്പയറ്റ് വളരെ ട്രഡീഷണലായിട്ട് വെളിയിലുള്ളവർക്ക് വരത്തക്ക രീതിയിൽ, മനസ്സിലാക്കത്തക്ക രീതിയിൽ, പഠിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഇവിടെ ഉള്ളവർക്കും അവസരം ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ ഏത് കാലഘട്ടങ്ങൾ നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞാലും, നമ്മൾ ഹോമോസാപ്പിയൻസിൽ നിന്ന് മനുഷ്യരായി വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന വ്യത്യാസം, മൃഗങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാനുള്ള കഴിവ്, പുഞ്ചിരിക്കാനുള്ള കഴിവ്, കലകൾ ആസ്വദിക്കുവാനുള്ള കഴിവ്, ഇതൊക്കെ പ്രധാനമാണ്. അപ്പോൾ കുറച്ചേറെ പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോൾ, കാലം പുരോഗമിക്കുന്ന അനുസരിച്ച് കലകളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാം പുരോഗമിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വയലിനിസ്റ്റ് എന്ന് കൂട്ടിക്ക്, അയാൾക്ക് പ്രോഗ്രാം ഇല്ലാതെ വരുന്ന സമയത്ത് അയാൾ ചെയ്യുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു മജീഷ്യൻ ആണെങ്കിൽ അയാൾ പ്രോഗ്രാം ഇല്ലാതെ വരുന്ന സമയത്ത് ഈ കല്യാണ പരിപാടികൾക്കൊക്കെ, മാരേജ് ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടാവും. അതവർക്ക് നിലനിൽക്കാനുള്ള അവരുടെ ഒരു അവസ്ഥയായിട്ടായിരിക്കും കണക്കാക്കുന്നത്. പക്ഷെ എൻ്റെ പ്രശ്നം നിങ്ങൾ നോക്കിയേ, നിങ്ങൾ പോയിട്ടുള്ള ഒരു കല്യാണത്തിൽ ഇതുപോലൊരു കല അവതരിപ്പിക്കുമ്പോൾ ആ കല കാണാനായിരിക്കും അവിടെയുള്ളവർ ശ്രദ്ധിക്കുക, അത് ഭക്ഷണം കഴിക്കുന്നതിലായിരിക്കുമോ? അപ്പോൾ അങ്ങനെ കലാകാരൻ ഒരു പരിധി വരെ താഴേക്ക് താഴുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അവിടെ കല പുരോഗമിക്കാനുള്ളൊരു സാധ്യതയില്ല. അവർ സ്വന്തമായി കലാകാരന്മാർ നിലനിൽക്കാൻ വേണ്ടി അവർ പല പ്രോഗ്രാമുകൾ പിടിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തൊക്കെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിനും ഓരോ തട്ടുകളുണ്ട്. താഴെ തട്ടുണ്ട്, ഒരു മീഡിയം ലെവലുണ്ട്, ഹയർ ലെവലുണ്ട്, സൂപ്പർ ഹൈ ഉണ്ട്. അപ്പോൾ ഇതിൽ സൂപ്പർ ഹൈ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, അവർ പ്രൂവ് ചെയ്തവരാണ്, അവരെ തേടി അവസരങ്ങളെത്തും. മീഡിയത്തിലുള്ളവരെ സംബന്ധിച്ച് അവർ അവസരങ്ങൾക്ക് വേണ്ടി പരക്കം പാച്ചിലാണ്. അതിൻ്റെ താഴെയുള്ളവരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കലാകാരനായിട്ട് ജീവിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം ഇതെല്ലാം തന്നെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചാൽ മാത്രമേ ഇതൊക്കെ നന്നായ രീതിയിൽ വളരുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നം. നിങ്ങൾ നോക്കുക, ജപ്പാനോ അല്ലെ അങ്ങനെയുള്ള ഏത് രാജ്യത്തും നോക്കുക, അവരവരുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുകയും അതിൻ്റെ ട്രഡീഷൻസിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ അവർ സംഘടിപ്പിക്കുകയും വലിയ മ്യൂസിയങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് ഒരു രാജ്യം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതിനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത്, ഏതെങ്കിലും ഗവൺമെൻറ്റുകൾ മുൻകൈ എടുത്ത് ഈ ഒരു അർത്ഥം, അതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്നറിയാമോ? ഈ മന്ത്രിമാരാണല്ലോ ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ മന്ത്രിമാരിൽ കലാകാരന്മാരുണ്ടെങ്കിലേ ഇത് നടക്കുകയുള്ളൂ. അപ്പം അതിന് പറ്റുന്നൊരു സംസ്കാര സമ്പന്നത എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഇതൊക്കെ നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഈ കളരിപ്പയറ്റ് ഇപ്പോൾ പോകുന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും മോശമാകാനാണ് സാധ്യത. വല്ലപ്പോഴും നടക്കുന്ന മത്സരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൊണ്ടോ ആവില്ല. നമുക്ക് വേണ്ടി ശരിയായിട്ടുള്ളൊരു കളരിപ്പയറ്റിൻ്റെ മ്യൂസിയം, അതുമായി കളരിപ്പയറ്റ് പഠിക്കുവാനുള്ളൊരു സംവിധാനം, അതുപോലെ തന്നെ കളരിപ്പയറ്റ് നല്ല ടീച്ചേഴ്സ്, ഇത് പിടിച്ചു വെക്കാതെ പഠിപ്പിക്കുവാനും ഒക്കെ കഴിഞ്ഞാൽ ഇത് വേറൊരു ലെവലിലേക്ക് വരും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്, സെൽ യുവർ സോൾ എന്ന് പറയും. അതായത് നമ്മൾ ആത്മാവിനെ നമ്മൾ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിൽക്കുക എന്നുള്ള അർത്ഥം വിൽപ്പന തന്ത്രം എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ ലോകത്തിന് മുന്നിൽ ഇതാണ് കളരിപ്പയറ്റെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റണം. എന്നാൽ മാത്രമേ ഇത് ശരിയാവുകയുള്ളൂ. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഒന്നെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ബോച്ചയും കളരിപ്പയറ്റിൻ്റെ ഭാവിയുമായിട്ട് കണക്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഇപ്പോൾ നമുക്കറിയാം 1000 acres ഉണ്ട്. ഇതൊരു അഭിപ്രായം മാത്രമാണ് കേട്ടോ, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കാനൊന്നുമല്ല, ഒരു അഭിപ്രായമാണ്, എൻ്റെ വ്യക്തിപരമായ ഒരു സാധ്യതയുള്ള കാര്യം. അദ്ദേഹം ഇതും അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അതായത് ഇപ്പം മാർഷൽ ആർട്ടിൽ കുങ്ഫു, കളരിപ്പയറ്റൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്.
അപ്പോൾ അദ്ദേഹത്തിന് 1000 acres ഉണ്ട് അല്ലേ, അത് വളരെ ഫേമസ് ആണ്, ആൾക്കാർ ഒരുപാട് പേര് സ്പോർട്സുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആ ഭാഗത്ത് ഒരഭിപ്രായം മാത്രമാണ്, അവിടെ ഒരു കളരിപ്പയറ്റിൻ്റെ ഒരു വലിയ കേന്ദ്രം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ, അതൊരു ബിസിനസ് സൈഡാണ് അദ്ദേഹത്തിൻ്റെ സൈഡെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി മറിച്ച് നമ്മളിത് വളരാനുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞാൽ അതിലും നല്ല ഒരു സാധ്യതയാണ് ഞാൻ ഭാവിയിലേക്ക് കാണുന്നത്. അപ്പോൾ ആ 1000 acre ഒരു ചെറിയ ഭാഗം ഈ കളരിപ്പയറ്റിൻ്റെ ഒരു മ്യൂസിയമായിട്ടും അത് പഠിക്കുവാനുള്ളതായിട്ടും അത് വരുന്നവർക്ക് അവിടെ തങ്ങുവാനുള്ള സംവിധാനങ്ങളൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് ഈ പറയുന്ന 1000 acres വളരാനുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ചെറുതാണോ? ഈ കണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ എത്തുന്നത് വരെ, ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുന്നവരൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹം അതൊന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ കളരിപ്പയറ്റിൻ്റെ ഭാവി തന്നെ നന്നായി വരും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് തുടർന്ന് നടത്തിക്കൊണ്ട് പോകുവാനുള്ളൊരു കഴിവുണ്ട്. അത് വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കളരിപ്പയറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിൻ്റെ തനത് കലയാണ് കഥകളി, കളരിപ്പയറ്റ്, ഇങ്ങനെയുള്ളതിനെല്ലാം ട്രഡീഷണൽ കലകൾക്കെല്ലാം ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇനി ഞാൻ പറയുന്നത് ഈ ബോച്ചെ എന്ന് പറയുന്ന അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കണ്ടിരിക്കുന്നവരൊന്ന് ആലോചിക്കുക, ഇതിനൊരു സാധ്യതയില്ലേ? ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇവിടെ ഒരുപാട് ബിസിനസ്മാൻമാർ വേറെയുണ്ട്, പക്ഷേ അവർക്കൊന്നും ഈ പറയുന്ന കലകളിലൊന്നും വലിയ ഇൻട്രസ്റ്റ്, അവർ ബിസിനസ്സിലായിരിക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിനൊരു സാധ്യത എന്ന് പറയുന്നത് ചെറുതല്ല, വലുതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് പ്രതീക്ഷിക്കാം കേരള ജനത. തീർച്ചയായിട്ടും ഇദ്ദേഹം ഇത് അറിയുമ്പോൾ ഇത് ഏറ്റെടുക്കുകയും, കളരിപ്പയറ്റ് നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വാളും പരിചയപ്പെടുത്തുന്നു നമുക്ക്, അല്ലെങ്കിൽ കുന്തവും ഒക്കെ ആയിട്ട് റോഡിൽ പോയി ഫൈറ്റ് ചെയ്യാൻ ഉള്ള സംവിധാനങ്ങളില്ല. കാരണം നമ്മുടെ പോലീസും നമ്മുടെ മിലിറ്ററിയും ഒക്കെ തന്നെ വളരെ ജാഗരൂകരാണ്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ട്രഡീഷണൽ ആയിട്ട് ഇനി കൊണ്ടുപോകാനേ, അത് ഗുരുക്കന്മാരോടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ വാളും പരിചയം ഉറുമിയൊന്നും നമുക്കിനി റോഡിലെടുത്ത് പയറ്റാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അതുകൊണ്ട് പഠിക്കാൻ വരുന്ന പിള്ളേരെ മടുപ്പിക്കാതെ ഒരു മാക്സിമം ഒരു വർഷം 2 വർഷം കൊണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ബോച്ചെ 1000 acre ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 1 day കളരിപ്പയറ്റ് പ്രദർശനമായിട്ട് ആ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി അല്ലെങ്കിൽ ഒരു 3 days വർക്ക്ഷോപ്പ്, കളരി എന്താണെന്ന് മനസ്സിലാക്കാൻ വിദേശികളും സ്വദേശികളായിട്ടുള്ളവർക്കൊരു സംവിധാനം, പിന്നെ ഒരു 3 months കോഴ്സ്, ഒരു 6 months കോഴ്സ്, ഒരു 1 year കോഴ്സ്, അവിടെ വരെ മതി. ആ ഒരു വർഷത്തിനുള്ളിൽ ഉറുമി വരെ പഠിപ്പിക്കുവാനുള്ള സംവിധാനമുണ്ട്. അത് നടക്കുമെന്നുള്ളത് ചിറക്കൽ ടി ശ്രീധരൻ നായരുടെ പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. 6 മാസം കൊണ്ട് അദ്ദേഹം കളരിപ്പയറ്റ് പഠിച്ചു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ഒരാൾക്ക് 1 വർഷം കൊണ്ട് അവിടെ നിന്ന് പഠിക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയാൽ കളരിപ്പയറ്റ് നല്ലതായിട്ട് വികസിക്കും. ആ കൂടെ വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന നമ്മൾ കഥകളിയോ അതുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ തനത് കലകളൊക്കെ തന്നെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും. അതുകൊണ്ട് ഭാവി എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഇങ്ങനൊരു അവസ്ഥയിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ ഭാവി ഉണ്ടാവട്ടെ. നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞും ഈ 1000 acre തന്നെ ഇത് വളരെ ഭംഗിയായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഇതിനൊരു ഫലമുണ്ടാകുമെന്ന് തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനൊരു സാധ്യത ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും അതെല്ലാം ഉണ്ടാവട്ടെ. കളരിപ്പയറ്റ് നന്നായിട്ട് വികസിക്കട്ടെ എന്ന് പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക തന്നെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.